നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇതേപോലെ തന്നെ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നയാസിനമൈഡിനെ കുറിച്ചിട്ട്. ആ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒത്തിരി പേർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജസും കമൻസൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതേപോലെ തന്നെ നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് സാലിസിലിക് ആസിഡ് ആണ്. ഇത് ഞാൻ എൻ്റെ സ്റ്റോറീസിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടാണ് അറിയാൻ താല്പര്യം. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റോറീസിൽ മാത്രമല്ല, നോർമലി എനിക്ക് വരുന്ന മെസ്സേജസിന്നും കമൻസിന്നൊക്കെയാണ് ഞാൻ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് നെക്സ്റ്റ് കാണാൻ താല്പര്യം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും മെസ്സേജസും ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടാണ് സംശയമുള്ളത് അല്ലെങ്കിൽ എന്താണ് അറിയാൻ താല്പര്യം എന്ന് അറിഞ്ഞെങ്കിലാണ് എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് വിറ്റമിൻ സിനെ കുറിച്ചിട്ട് അറിയാനാണ്. പക്ഷേ വിറ്റമിൻ സിനെ കുറിച്ച് ഓൾറെഡി ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. വിറ്റമിൻ സി എനിക്ക് കുറേ പേര് ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ വിറ്റമിൻ സി അറിയാമെന്നാണ് ഞാൻ വിചാരിക്കണത്. വിറ്റമിൻ സിയുടെ യൂസസും ബെനിഫിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യാത്തത്. പിന്നെ ഞാൻ നയാസിനമൈഡാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് അന്നും ഞാൻ ഇതേപോലെ നോക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ നയാസിനമൈഡ് കഴിഞ്ഞിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ സ്റ്റോറീസിലിട്ടപ്പോൾ എനിക്ക് കൂടുതൽ വോട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സാലിസിലിക് ആസിഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇനി നമുക്ക് സാലിസിലിക് ആസിഡ് എന്താണെന്നുള്ളത് നോക്കാം. സാലിസിലിക് ആസിഡ് ഒരു ഫോം ഓഫ് BHA ആണ്. BHA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റാ ഹൈഡ്രോക്സി ആസിഡ്. ഇത് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ യൂസ് ചെയ്യണത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലോട്ട് ഡീപ്ലി നമ്മുടെ പോഴ്സിലോട്ട് കയറി പോഴ്സിനകത്തുള്ള ഇഷ്യൂസിനെയൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. നമ്മൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ BHA AHA ഒക്കെ എന്താണ്. ഇപ്പോൾ AHA ആൻഡ് BHA സൊല്യൂഷൻസ് ഒക്കെ ഒരുപാട് പീലിംഗ് സൊല്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ AHA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടോപ്പ് സർഫസിൽ വർക്ക് ചെയ്യും. BHA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്ത് കയറിയിട്ട് വർക്ക് ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ BHA AHA എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ 2-3 വർഷം മുമ്പ് ഇട്ടിട്ടുണ്ട്. അന്ന് ഇതൊന്നും പോപ്പുലർ അല്ലായിരുന്നു. ഈ സിറംസ് ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷെ അതിന് മുമ്പേ ഞാൻ വീഡിയോ ഇട്ടെന്നുള്ളതിൽ ഐ എം സോ പ്രൗഡ്. ഞാൻ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ സ്കിൻ കെയർ ഇങ്ങനെ റിസർച്ച് ചെയ്ത് നടക്കുന്ന ഒരാളായതുകൊണ്ട് അതിന് മുമ്പേ ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെയോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം കേട്ടോ. ആസിഡ് നല്ലതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ അതിന് അത്ര വലിയ വ്യൂസ് ഒന്നും ഇല്ല. ഇപ്പം എനിക്കൊന്നും പയ്യനെ കിടന്ന് കയറേണ്ട. ആളുകൾ ഇപ്പോഴാണല്ലോ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യണത്. സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. ഇങ്ങനെ ഈ കമ്പൗണ്ട് കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ ടീനേജേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ആസിഡ് ആയിരിക്കും. കാരണം ഇതൊരു മൈൽഡായിട്ട് നമ്മുടെ സ്കിന്നിന് എക്സ്ഫോലിയേറ്റ് ചെയ്തൊന്ന് പോഴ്സ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡാണ് സാലിസിലിക് ആസിഡ്. ഇപ്പം നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ സാലിസിലിക് ആസിഡ് എങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യണേ നിങ്ങൾക്ക് അറിയണ്ടേ. എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സിനകത്ത്, ഈ പോഴ്സ് എങ്ങനെയായിരിക്കുക, ഈ ഒരു ഷേപ്പിലായിരിക്കുക. നമ്മുടെ സ്കിന്നിൽ നമ്മൾ കയ്യിൽ നോക്കുമ്പോൾ നമുക്ക് രോമം വരുന്ന ഒരു ഭാഗം കണ്ടില്ല. ആ രോമം വളർന്നു വരണമെങ്കിൽ അവിടെ ഒരു ഹോൾ ഉണ്ടാവണ്ടേ. ആ ഹോളിനെയാണ് നമ്മൾ പോഴ്സ് എന്ന് പറയുക. ഈ ഹോളിനകത്ത് ഡേർട്ടും അതുപോലെ ഓയിലും, നിങ്ങൾ വെളിയിലൊക്കെ പോകുന്നുണ്ട്, ബസ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പൊടിയും കാറ്റും അതൊക്കെ അടിച്ചിട്ട് മൊത്തം വിയർപ്പും ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ പോഴ്സ് ഇങ്ങനെ ആകെപ്പാടെ കൺജസ്റ്റഡ് ആകും. അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ആ പോഴ്സ് ഒന്ന് അടഞ്ഞു പോകും. അപ്പോൾ അതിനിങ്ങനെ ഒട്ടും ശ്വാസം വിടാനായിട്ടൊന്നും പറ്റാതാവുമ്പോഴേക്കും അതിങ്ങനെ റിയാക്ട് ചെയ്യും. ഇതൊക്കെ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞിട്ടുള്ളത്. ശ്വാസം എടുക്കാൻ പറ്റാതൊക്കെയൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതിനകത്തുനിന്ന് പിമ്പിൾസ് വരും. അതുപോലെ ആ ഒരു ഇറിറ്റേഷൻ വരുമ്പോഴേക്കും പിമ്പിൾസ് ആയിട്ട് വരും. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ആയിട്ടും വൈറ്റ് ഹെഡ്സ് ആയിട്ടും വരും. ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെയിം നമ്മൾ പിമ്പിൾസ് വരില്ല. ഈ പിമ്പിൾസ് വരുന്ന പോലെ തന്നെ ഈ പോഴ്സിനകത്ത് ഈ ഗങ്സും കാര്യങ്ങളൊക്കെ കയറിയിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കണ്ടാവും. ആ വെളിയിലോട്ട് നിൽക്കുന്ന ഭാഗം നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അതായത് അറ്റ്മോസ്ഫിയറിലോട്ട് തട്ടുമ്പോഴേക്കും അതങ്ങനെ ഇരുന്ന് കറുപ്പ് കളറിലോട്ടാകും. ആ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ആ ഒരു ബ്ലാക്ക് കളറാവും. അതാണ് ബ്ലാക്ക് ഹെഡ്സ്. ഇനി ഈ വൈറ്റ് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരണില്ല, കുറച്ചും കൂടി അകത്തായിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടി അത്രയും നാളായിട്ടുണ്ടാവില്ല. ഒത്തിരി നാളിങ്ങനെ ഇരുന്ന് കൊണ്ടുവരുമ്പോൾ
ഇപ്പം എന്താ പറയുക, എന്ത് സാധനമാണെങ്കിലും നമ്മൾ കുറേ നാൾ വെളിയിൽ നിൽക്കുമ്പോഴേക്കും അതിനൊരു ബ്രൗൺ കളർ വരില്ലേ, ഒന്ന് ഓക്സിഡൈസ് ആയിട്ട് ഒരു ബ്രൗൺ കളർ. ഇപ്പോൾ പഴമാണെങ്കിലും കുറേ നാൾ വെളിയിൽ വയ്ക്കുമ്പോൾ, ഇതൊക്കെ ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറഞ്ഞ കേട്ടോ, വെളിയിൽ നിൽക്കുമ്പോൾ ഒരു ബ്രൗൺ ഒരു കളർ വരില്ലേ, അതേപോലെ തന്നെ ഇത് ഒത്തിരി നാളിങ്ങനെ നമ്മൾ ക്ലീൻ ആക്കാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് ബ്ലാക്ക് ആയിട്ട് എയറിൽ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ കറുപ്പ് കളർ വരും. ആ കറുപ്പ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പാടാണ്. ഇനി ഇത് ഒത്തിരി നാളല്ല അറ്റ്മോസ്ഫിയറായിട്ട് അത്ര ഇങ്ങനെ കോണ്ടാക്റ്റിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് വൈറ്റ് കളർ തന്നെയായിരിക്കും. ഇങ്ങനെ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് ആവാണ്ടിരിക്കുമ്പോഴേക്കും അത് വൈറ്റ് കളറായിരിക്കും. അതാണ് വൈറ്റ് ഹെഡ്സ്. ഈ വൈറ്റ് ഹെഡ്സ് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് നമുക്ക് മൂക്കിലുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഒത്തിരി നമ്മൾ കിടന്ന് പാടുപെടണ്ടേ. പക്ഷേ വൈറ്റ് ഹെഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ക്രബ് കൊടുക്കുമ്പോൾ തന്നെ പോഴ്സിൽ നിന്ന് പെട്ടെന്ന് പോരും. കാരണം അതെന്താ, അത് അത്ര അങ്ങോട്ട് കട്ടിയായിട്ടില്ലെന്നല്ല, അത്രയും അങ്ങോട്ട് ഇരുന്നിരുന്ന് മോശമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസൊക്കെ വരാനായിട്ട് കാരണമാക്കുന്നത്. അപ്പോൾ ഈ സംഗതികളെ ഈ ഒരു സാലിസിലിക് ആസിഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുടീനെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, ഫുള്ളി ക്ലീൻ ആയിട്ട് വെളിയിലോട്ട് എല്ലാ അഴുക്കും കൂടി പോവില്ലേ, അതേപോലെ നമ്മുടെ സാലിസിലിക് ആസിഡ് ഈ പോഴ്സിനകത്തോട്ട് കയറി ഫുൾ അത് ക്ലീൻ ആക്കിയിട്ട് വെളിയിലോട്ട് എറിഞ്ഞ് കളയും. അങ്ങനെയാണ് സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആൻഡ് അടിപൊളിയാക്കി വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആസിഡിന് ചെറിയൊരു എക്സ്ഫോലിയേഷൻ പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് പോളിഷ്ഡ് ആക്കി വയ്ക്കുക. അതായത് ഈ പോഴ്സൊക്കെ ഒന്ന് ക്ലീൻ ആകുമ്പോഴേക്കും എന്താ പറ്റുക, നമ്മുടെ സ്കിന്നിൽ തൊടുമ്പോൾ ഈ പോഴ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ ഒരു തരി പോലെ തോന്നുന്നത്. ആ തരിപ്പൊന്നും ഇല്ലാണ്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് ഒരു അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അൺഈവൻ സ്കിൻ ടോൺ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ വെളിയിലൊക്കെ പോകുമ്പോഴേക്കും ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ സൺ ടാൻ ആക്കില്ലേ, അതായത് മൂക്ക്, നെറ്റി, ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് സൺ ടാൻ ആക്കാം. കാരണം അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയാസ് ആയതുകൊണ്ട് കൂടുതൽ സൺ ടാൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം വേറെ കളർ, ഇവിടെ വേറെ കളർ, ഇവിടെ വേറെ കളറൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ അത് ചെറിയ രീതിയിലുള്ള കളർ വ്യത്യാസങ്ങളാണെങ്കിൽ, ഭയങ്കര വലിയ വ്യത്യാസങ്ങൾ, സ്കിൻ ടോൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സാലിസിലിക് ആസിഡ് അതിനും കൂടി ഹെൽപ്പ് ചെയ്യും. അതായത് ചെറിയ റെഡ്നെസ്സോ ചെറിയൊരു ഈവൻനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഈവൻ ആക്കാനും നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാനൊക്കെ ആയിട്ട് സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സാലിസിലിക് ആസിഡ് ഏതൊക്കെ ഫോമിലാണുള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇത് ടാബ്ലറ്റ് മെഡിസിൻ ഫോമിലുണ്ട്. അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യണം എന്ത് സാധനം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം, എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും. പിന്നെ നമുക്ക് ജെല്ല് ഫോമിൽ ഈ ഒരു സാലിസിലിക് ആസിഡ് അവൈലബിൾ ആണ്. പിന്നെ ഓയിൽമെൻറ്റിൻ്റെ ഫോമിൽ അവൈലബിൾ ആണ്. പിന്നെ സോപ്പിൻ്റെ ഫോമിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ലോഷൻ ഫോമിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സിറം ഫോമിൽ അവൈലബിൾ ആണ്. പിന്നെ മോയ്സ്ചറൈസറിൻ്റെ ഫോമിൽ അവൈലബിൾ ആണ്. ക്രീം ഫോമിലൊക്കെ സാലിസിലിക് ആസിഡ് അവൈലബിൾ ആണ്. ഇതിനകത്ത് കൂടുതലും നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് സിറം ഫോമിലായിരിക്കും. കാരണം എന്താ, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കാണാത്തവർ ഇത് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ എപ്പോഴും എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞാൻ സംസാരിക്കാം. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എല്ലാ വീഡിയോസും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോളോവേഴ്സ് എല്ലാവരും എൻ്റെ എല്ലാ വീഡിയോ കണ്ടിട്ടാണ് ഇത് കാണുന്നത് എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് എല്ലാം ഒന്നും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന്, നമ്മൾ ടീച്ചർമാർ ക്ലാസ് എടുക്കണ പോലെ ആയിപ്പോയി ശ്രാന്തോ. ഓക്കെ, അങ്ങനെ ഞാൻ ഒന്നും കൂടി റിവൈസ് ചെയ്താൽ ഒന്നും കൂടി പറയാം. കാരണം അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്കൊന്നും മനസ്സിലാവുമല്ലോ. ഞാൻ എപ്പോഴും മുന്നത്തെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നാണ് പറയാം. ഇനിയിപ്പോൾ അങ്ങനെ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഞാൻ പറയാം. അപ്പോൾ സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചെറിയ മോളിക്യൂൾ സൈസിലുള്ള ഒരു ലിക്വിഡാണ്. ഇത് നമ്മുടെ സ്കിന്നിലോട്ട്, നമ്മുടെ പോഴ്സിനകത്തോട്ട് ഈസിലി പെനട്രേറ്റ് ആയിപ്പോവും. അതായത് അകത്തോട്ട് പെട്ടെന്ന് കയറും. കാരണം അതിൻ്റെ മോളിക്യൂൾ സൈസ് ഭയങ്കര കുറവാണ് കമ്പയർ ടു മോയ്സ്ചറൈസർ, ക്രീമൊക്കെ. അതിൻ്റെയൊക്കെ മോളിക്യൂൾ സൈസ് കുറച്ചധികം വലുതായതുകൊണ്ട് അത് നമ്മുടെ പോഴ്സിനകത്തോട്ട് കയറാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇങ്ങനെ ഇട്ട് തേച്ച് കുറേ നേരം എടുക്കുമ്പോഴാണ് കുറച്ച് കയറുക. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കുറേ നാളിങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടിത്തുടങ്ങുക. പക്ഷേ ഈ സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ആഴ്ച 3 ആഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സ്കിൻ കെയറിൽ എന്തെങ്കിലും ഇങ്ങനെ സ്കിൻ ഇഷ്യൂസിനെ ടാർഗറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിറംസ് ആയിരിക്കും നല്ലത്. പക്ഷേ ഇത് ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ എഫക്റ്റ് ചെയ്യും. സ്കിന്നിൽ പെട്ടെന്ന് ഇറിറ്റേഷനും ആക്നിയും ഭയങ്കര പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്.
അതേപോലെ തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര ചീത്തയായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ കുറച്ചൊക്കെ മാത്രം വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഈ സാലിസിലിക് ആസിഡിന് ഗുണങ്ങൾ മാത്രമാണോ ഉള്ളത്, ഇതിന് കുറ്റങ്ങളോ അല്ലെങ്കിൽ ഡ്രോബാക്സ് ഒന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. പ്രോഡക്ട്സിന് മാത്രമല്ല, മനുഷ്യന്മാർക്കും എല്ലാവർക്കും അതിൻ്റെതായ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ചീത്ത വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ലോണം ഡ്രൈ ആകും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യണം. പ്രൊട്ടക്ഷൻ വേണം. എന്തൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിനെ സൺലൈറ്റിൽ നിന്നും, അതുപോലെ ഇതേപോലെ നിങ്ങൾ ലൈറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ട്, TV ഒരുപാട് കാണുന്നുണ്ട്, ആ ഒരു ലൈറ്റ് ഉണ്ട്, ഫോൺ ഒത്തിരി നേരം നോക്കുന്നുണ്ട്, ആ ഒരു ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ചിലവർക്ക് ഇതിന് ഈ സാലിസിലിക് ആസിഡ് ഇടുമ്പോഴേക്കും ചിലപ്പോൾ പിമ്പിൾസ് വരും, അതായത് പേർജിങ് വരാം. അതായത് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ അകത്തോട്ട് ചെന്ന് നമുക്ക് വരാനിരിക്കുന്ന പിമ്പിൾസിനെ പെട്ടെന്ന് വരുത്തിക്കൊണ്ട് പോകാനായിട്ടും ഇത് കാരണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്രോഡക്റ്റ് ഇട്ടപ്പോഴേക്കും എനിക്ക് നിറയെ പിമ്പിൾസ് വന്നത്. ആക്ച്വലി നമുക്ക് വരാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ പിമ്പിളില്ല, ഇതിൻ്റെ അടിയിലൊരു പിമ്പിൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയായിരിക്കും. ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ നിൽക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൻ്റെ പുറമേ ഉള്ള സ്കിന്നില്ലേ അത് പെട്ടെന്ന് പോകും. അപ്പോൾ ഇതിനടിയിലുള്ളത് കുറച്ചധികം ദിവസം കഴിഞ്ഞ് നമുക്ക് നാച്ചുറലി നമ്മുടെ സ്കിന്ന് പൊഴിയും. ഓക്കെ, ഈ പാമ്പുകളുടെയൊക്കെ സ്കിന്ന് പൊഴിയണ പോലെ നമ്മുടെ സ്കിന്ന് നാച്ചുറലി പൊഴിയും. അപ്പോൾ ആ പൊഴിയുമ്പോഴേക്കും ഇത് ചിലപ്പോൾ ഒരു 2 ആഴ്ച എടുത്തിട്ടായിരിക്കും നമ്മൾ നോർമലി നമ്മുടെ സ്കിന്ന് പൊഴിയണേ. അപ്പോൾ നമ്മൾ ഈ സിറം ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പൊഴിച്ചിൽ ഇത്തിരി കൂടിപ്പോകുന്ന നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് അത് പെട്ടെന്ന് പോകുമ്പോഴേക്കും ഈ പിമ്പിൾസ് ഇങ്ങനെ പോപ്പ് ചെയ്ത് വെളിയിലോട്ട് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടപ്പോഴൊക്കെ എൻ്റെ മുഖം നിറച്ച് പിമ്പിൾ വന്നത്. ആക്ച്വലി നിങ്ങൾക്ക് വരാനിരുന്ന പിമ്പിൾ വന്ന് പോയി കഴിഞ്ഞ് ക്ലീനായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് വരൽ നിൽക്കും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പേർജിങ് വരും. അതൊരു നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആകും ഇങ്ങനെ ഒരുപാട് സാലിസിലിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ വേറെയും ആസിഡ്സ് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും. എന്തിട്ടിട്ടുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര കുരു വരാനും റെഡ്നെസ് വരാനും പീലായി പോകാനും പൊള്ളാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഇനി അടുത്തത് ഈ സാലിസിലിക് ആസിഡ് ഏതൊക്കെ സിറത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയാം. ഫസ്റ്റത്തെ സിറം ഞാൻ പറയുകയാണെങ്കിൽ AHA അല്ലെങ്കിൽ BHA സിറംസ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട. കാരണം ഇത് ഓൾറെഡി ഇറ്റ്സ് എ ഫോം ഓഫ് BHA അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ എക്സ്ഫോലിയേഷൻ ആവും. ഓൾറെഡി ഇതിനകത്തൊരു എക്സ്ഫോലിയേഷനും അതുപോലെ ഡീപ്ലി ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ അതിൻ്റെ കൂടെ വേറൊരു പീലിംഗ് സൊല്യൂഷൻ കൂടി ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് താങ്ങാൻ പറ്റില്ല. ഒരുപാട് പീലിംഗ് സൊല്യൂഷൻസ് ആവും. അപ്പോൾ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവാനും ഡ്രൈ ആവാനും ഇറിറ്റേറ്റഡ് ആവാനുള്ള കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ഈ AHA പീലിംഗ് സൊല്യൂഷനോ അല്ലെങ്കിൽ AHA രീതിയിലുള്ള സിറംസോ AHA ക്രീംസോ AHA സൺസ്ക്രീനോ എന്തൊക്കെ AHA BHA ഒക്കെ ഉള്ളതുണ്ടോ അതൊന്നും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാത്തതാണ് ബെറ്റർ. രണ്ടാമത് നിങ്ങൾ ഈ ഒരു സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ റെറ്റിനോൾ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം റെറ്റിനോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ റെറ്റിനോൾ ഓൾറെഡി ഭയങ്കര ഡ്രൈയിങ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു സാലിസിലിക് ആസിഡും കൂടി യൂസ് ചെയ്യുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും സ്കിന്ന് സെൻസിറ്റീവ് ആവാനും ഉള്ള സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 നേരമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ AHA ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രയും യൂസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വളരെ ചെറിയ പെർസെൻറ്റേജിൽ രാവിലെ സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ രാത്രി സാലിസിലിക് ആസിഡോ അങ്ങനെ രാവിലെ രാത്രിയായിട്ട് അത്ര ടൈം ഗ്യാപ്പ് വിടാം. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. നമുക്ക് ഓൾറെഡി ഇതിൽ നിന്നും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു സ്കിന്നിന് ഒരു മൈൽഡ് എക്സ്ഫോലിയേഷനും അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി കിട്ടുമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു AHA യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ AHA യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യേണ്ട. കാരണം AHA വെച്ചിട്ട് ഓൾറെഡി സ്കിന്നിന് നല്ലൊരു എക്സ്ഫോലിയേഷൻ കിട്ടും. അപ്പോൾ ടു മച്ച് ഓഫ് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻസോ അല്ലെങ്കിൽ സിറംസോ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. റെറ്റിനോളിൻ്റെ കൂടെയും യൂസ് ചെയ്യേണ്ട. ക്രീം ഫോമിലാണെങ്കിൽ പോലും സാലിസിലിക് ആസിഡിൻ്റെ കൂടെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അതല്ലെങ്കിൽ വളരെ കുറവ് പെർസെൻറ്റേജിലായിരിക്കണം ഈ ഒരു റെറ്റിനോൾ ക്രീമിനകത്ത് ഉണ്ടാവേണ്ടത്. ഇനി അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സിറമാണ് വിറ്റമിൻ സി സിറം. വിറ്റമിൻ സി സിറം ഓൾസോ ഈ ഒരു സാലിസിലിക് ആസിഡിൻ്റെ കൂടെ യൂസ് ചെയ്യാത്തതാണ് ബെറ്റർ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് വിറ്റമിൻ സി യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചെയ്യായിരിക്കാം, പക്ഷെ എന്തിനാണ് നമ്മൾ നമ്മുടെ സ്കിന്ന് വെച്ചിട്ട് ഒരു റിസ്ക് എടുക്കുന്നത്? കാരണം ഇതിനും എക്സ്ഫോലിയേറ്റിംഗ് ആ ഒരു പ്രോപ്പർട്ടി ആണുള്ളത്. സാലിസിലിക് ആസിഡിനും സെയിം അതേപോലത്തെ പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് രണ്ടും ഉപയോഗിക്കേണ്ട ആവശ്യം എന്താ? കുറഞ്ഞ ഉപയോഗിച്ചാൽ പോരെ. നമ്മളിതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ യൂസ് ചെയ്യുന്നത്. എന്തും അമൃതും അധികമായ വിഷമാവുമെന്നല്ലേ പറയാം. അപ്പോൾ ഒരുപാട് അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. ചിലപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഇതൊക്കെ തമ്മിൽ യൂസ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. കാരണം വിറ്റമിൻ സി ഇറക്കുന്ന ബ്രാൻഡ്സിനും സാലിസിലിക് ആസിഡ് ഇറക്കുന്ന ബ്രാൻഡ്സിനും രണ്ടിനും 2 പ്രോഡക്റ്റും ചിലവായി പോകണ്ടേ, ഒരെണ്ണം മാത്രം പോരല്ലോ.
ചുമ്മാറിനായിട്ട് അങ്ങനെയല്ല. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യണതിനോട് തീരെ താല്പര്യമില്ല. നമ്മുടെ സ്കിന്നാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സിറം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിറ്റമിൻ സിയുടെ കൂടെയും മിക്സ് ചെയ്യേണ്ട. പിന്നെ ഇതൊക്കെ മിക്സ് ആയിട്ട് ബ്രാൻഡുകൾ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കാരണം അവർ അത് രണ്ടും മിക്സ് ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ മിക്സ് ചെയ്ത് അതൊക്കെ അപ്രൂവലൊക്കെ മേടിച്ചതിന് ശേഷമല്ലേ പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളായിട്ട് അത് മിക്സ് ചെയ്യേണ്ട. കാരണം നമുക്ക് അറിയില്ലല്ലോ അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണോ രണ്ടെണ്ണത്തിൽ ഉണ്ടാവണേന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ട. അങ്ങനെ മിക്സ് ചെയ്ത് പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പാച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ നയാസിനമൈഡ് സിറം ഈ ഒരു സാലിസിലിക് ആസിഡിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട. കാരണം ഇതും സെയിം ഈ ഒരു പ്രോപ്പർട്ടീസിലാണ് വരുന്നത്. നയാസിനമൈഡ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ, അത് കണ്ടു നോക്കട്ടോ. സോറിയുടെ മണിക്കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിക്കിപ്പോൾ എന്താണെന്ന് അറിയാം, ഇങ്ങനെ മണ്ണിങ്ങനെ മാന്താണ്. സാധാരണ ഡോഗ്സ് ഇങ്ങനെ വെളിയിൽ നിൽക്കുമ്പോൾ ഇവരെനിക്ക് തോന്നുന്നിങ്ങനെ കുറച്ച് കോസി ആവാൻ വേണ്ടി, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് മാന്തിയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. അതിങ്ങനെ ഇവള് മണ്ണിലൊന്നും ഇറങ്ങി മാന്തിയൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ഡോഗ്സിനും നമുക്കിങ്ങനെ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലാതെ തന്നെ ഇങ്ങനെ ബോഡിയിലോട്ട് വരുമായിരിക്കും. ഇവിടെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ എ സി ഒക്കെ ഉണക്കി, ഇപ്പോൾ ഞാൻ എ സി ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ എ സി ഒക്കെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ടൈലിരുന്ന് മാന്തുവരുന്നു. എന്തിനാണോ എന്തോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നയാസിനമൈഡ് സിറം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണ്ട. എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരൊറ്റ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് ഇടുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്കിത് പറ്റില്ല എന്ന്, നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ സ്കിൻ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഡെർമറ്റോളജിസ്റ്റ് ഓർ കോസ്മെറ്റോളജിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ആസിഡുള്ളൂ, ഒത്തിരി ആസിഡ്സ് ഉണ്ടല്ലോ. അങ്ങനെ എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ എക്സ്ഫോലിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട. നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് അത്ര നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാം. ഹൈലറോണിക് ആസിഡ് നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഹൈലറോണിക് ആസിഡ്, സീക്ക അങ്ങനെയൊക്കെയുള്ള സംഗതികൾ, അതായത് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഇനി അടുത്തത് എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള 3 ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള നല്ല ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള സാലിസിലിക് ആസിഡ് സിറംസ് പറയാം. ഫസ്റ്റ് വൺ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ്. ഇത് അത്യാവശ്യം നല്ലതാണ്, ജെൻറ്റിലാണ്, നമുക്ക് സ്കിന്നിൽ നല്ലതാണ്. പിന്നെ ഈ ഒരു ഓർഡിനറിയുടെ ഈ ഒരു സാലിസിലിക് ആസിഡ്, ഇതും നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ജെൻറ്റിലാണ്, അതുപോലെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ഡെർമാക്കോടെ ഈ ഒരു സാലിസിലിക് ആസിഡ്, ഇതും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇത് മാത്രം നല്ലതെന്നല്ല. നിങ്ങൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല സൂപ്പർ റിസൾട്ട് ഉണ്ട്, നല്ല എഫക്റ്റീവ് ആണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സാലിസിലിക് ആസിഡാണ് യൂസ് ചെയ്യണത്, നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും കൂടെ താഴെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കമൻറ്റ്സ് ഒത്തിരി പേര് കാണുന്നതാണ്, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് അങ്ങനത്തെ ഒരു സ്ട്രോങ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കണു. അത്യാവശ്യം നല്ലതായിട്ട് മനസ്സിലാക്കി ഞാൻ തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. അത് നിങ്ങൾക്ക് ഇനി ടീച്ചർ ക്ലാസ് എടുക്കണ പോലത്തെ അങ്ങനത്തെ ബോറടിച്ചോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ എന്താ നിങ്ങൾക്ക് പറയാം, എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യുക. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവാണ്, അതുപോലെ സ്നാപ്ചാറ്റിലും ഇപ്പോൾ ഞാൻ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.